ഹാസ്യരൂപേണ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ടും പിന്നെ ഏത് രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റാത്തൊരു രൂപത്തിലാണ് നമുക്ക് ആ വീഡിയോ കണ്ടറിയാം. കാരണം ഒരു മനുഷ്യന് യോജിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഉപ്പ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ്. അതേപോലെ അങ്ങനെ തന്നെ വേണം എന്ന രീതിയിലുള്ള ആംഗ്യഭാഷ, അത്തരത്തിലുള്ള ഒരുപാട് ആംഗ്യഭാഷകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത്തരം ബൈറ്റുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും നാടിനെ തന്നെ അവഹേളിക്കുന്ന ഇത്തരം യൂട്യൂബർമാർക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരുന്ന ദുരന്തങ്ങളിലും ഇതുപോലുള്ള ആഹ്ലാദങ്ങൾ കണ്ടെത്തി ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടും. ഇതൊരു മാതൃകാപരമായ ശിക്ഷ ഏർപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ മരിച്ച 3 വയസ്സുകാരിയെയും കുടുംബത്തെയും അധിക്ഷേപിച്ച വ്ലോഗർക്കെതിരെ പരാതി. കിഴക്കോത്ത് പന്നൂർ സ്വദേശി അബ്ദുൾ റൌഫിന്റെ മകളെയും പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ വേദനയോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടിയ ദുരന്തബാധിതരെയുമാണ് റിനോയ് ലവ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ അധിക്ഷേപിച്ചത്. 13 പേരെ നഷ്ടപ്പെട്ട കുടുംബത്തിന് തിരിച്ചു കിട്ടിയത് 8 പേരെ മാത്രമാണ്. മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കുട്ടിയെയും കുടുംബങ്ങളെയും തിരിച്ചറിയാനിരിക്കുന്നതിനിടെ റൌഫിനെ മാധ്യമപ്രവർത്തകർ കാണുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ന്യൂസ് റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തിരുന്നു. ദൃശ്യം ഡൗൺലോഡ് ചെയ്ത് വീഡിയോയുണ്ടാക്കി ദുരന്തബാധിതരെയും കുടുംബത്തെയും അധിക്ഷേപിച്ച് ബ്ലോഗർ സമൂഹമാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുകയാണുണ്ടായത്. കരളലിയിപ്പിക്കുന്ന മറ്റു വാർത്താ റിപ്പോർട്ടുകൾ ചേർത്തുവെച്ചും ബ്ലോഗർ ദുരന്തബാധിതരെ അധിക്ഷേപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നഷ്ടപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടിയ അധ്യാപകൻ ഉണ്ണികൃഷ്ണനെയും ഇയാൾ അധിക്ഷേപിക്കുന്നത് വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ്. കർണാടകയിൽ കാണാതായ അർജുനെയും ഇയാൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CM ഖാലിദ്, മുഹമ്മദ് അഷ്റഫ് VP തുടങ്ങിയവരാണ് ബ്ലോഗർക്കെതിരെ പരാതിയുമായി കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണയെ സമീപിച്ചത്. വയനാട് ദുരന്തത്തിൽ നാടൊന്നാകെ ദുഃഖത്തിലാഴ്ന്നിരിക്കുമ്പോൾ ദുരന്തബാധിതരെ അധിക്ഷേപിച്ച വ്ലോഗർക്കെതിരെ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടു. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഈ കുട്ടിയെ നഷ്ടപ്പെട്ടു, ഇവരുടെ ഫാമിലിയെ നഷ്ടപ്പെട്ടു, ഇന്നും 5ഓളം ആളുകളെ കിട്ടാനുള്ള ഒരവസ്ഥയിൽ ഞങ്ങളെല്ലാ ആളുകളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇത്തരത്തിലുള്ള വളരെ മോശമായ ഹീനമായ ഈ പ്രവൃത്തി ചെയ്ത ഈ വ്ലോഗറെ വളരെ പെട്ടെന്ന് കണ്ടെത്തണമെന്നും അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു പരാതി സമർപ്പിച്ചിരിക്കുകയാണ്. പരാതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാർ വ്യക്തമാക്കി. വ്ലോഗർക്കെതിരെ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. സുപ്രഭാതം, കോഴിക്കോട്.